ഓ ആ അയ്യോ, ഇന്ന് രാവിലെ ഏതരപ്പാളിയെ കണി കൊണ്ടാണ് ഞാൻ ഇറങ്ങിയത്. ഒറ്റ ദരിദ്രവാസിയും കാണാനില്ല. പണ്ടോറട്ടങ്ങാനായിട്ട്. ദൈവമേ. മകരച്ചൊവ്വ ബുധനാഴ്ച വന്നത് കൊണ്ടായിരിക്കും. ഒന്ന് പോടോ, തന്റെ ഒരു മകരച്ചൊവ്വ. എടോ വേണ്ടേ, ഒരു 10 മണീസ് കിടന്നേ. നാളെ തരാ. എന്റെ കയ്യിൽ എവിടെ നിന്നാ മണീസ്? താൻ മണീസ് ഒന്നും വേണ്ടില്ല, ഒരു 10 മണീസിനുള്ള സ്റ്റാമ്പ് തന്നാ മതി. ഉള്ളിക്കും പഞ്ചസാരയ്ക്കും സിമെന്റിനും ആപ്ലിക്കേഷൻ കൊടുക്കാനുള്ള തിരക്ക് കണ്ടില്ലേ അവിടെ? ഞാൻ ബ്ലാക്കില് സ്റ്റാമ്പ് വിറ്റ് കാശുണ്ടായിക്കൊള്ളാട്ടാ. പോസ്റ്റ് ഫീസ് സ്റ്റാമ്പ് ബ്ലാക്കിൽ വെക്കുന്നു? നീ ആള് കൊള്ളാമല്ലടാ. എങ്കേ ഇത് ഗവൺമെന്റ് വക സ്റ്റാമ്പാ, സ്റ്റാമ്പ് തരത്തില്ല. തന്റെ ഗവൺമെന്റ് എന്നാടോ മണീസ് ഉണ്ടായത്? ഒരു സാക്ഷി വേണമല്ലോ. അയാൾ സാക്ഷിമത്തായി എന്നെ ഒന്ന് സഹായിക്കണം. പറയൂ. എനിക്കൊരു ഭർത്താവിനെ വേണം. സാധാരണ സ്ത്രീകളാണ് ഭർത്താവിനെ വേണമെന്ന് പറഞ്ഞ് വരാറുള്ളത്. ഇത് കൊള്ളാമല്ലോ. താൻ ഇടയിൽ കയറി ഇന്റർഫയറിംഗ് ചെയ്യരുത്. ഇത് ഞങ്ങൾ തമ്മിലുള്ള ബിസിനസ് കാര്യമാണ്. നിങ്ങൾ ഉടനെ ഒന്ന് പോലീസ് സ്റ്റേഷൻ വരെ വരണം. അതിനെന്താ? പോലീസ് സ്റ്റേഷനിലോ? വ്യഭിചാര കുറ്റത്തിന് അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിലിട്ടിരിക്കുന്ന സ്ത്രീ തന്റെ ഭാര്യയാണെന്നൊന്ന് പറയണം. ഇത്രേ ഉള്ളൂ. ശരി, ഞാൻ ഏറ്റു. പോകാം. പാവം, ഇവന്റെ ഒരു ഗതികേട്. പുതിയതായി സ്ഥലം മാറി വന്ന ഇൻസ്പെക്ടറാ. ഭയങ്കര അടിയാ. അടിയൻ. കോടതി പോലെയല്ല പോലീസ് സ്റ്റേഷൻ. അവിടെ കറുത്തി ഉടുപ്പ്, ഇവിടെ കാക്കി ഉടുപ്പ്. അവിടെ വക്കീലിന്റെ ലാത്തി, ഇവിടെ പോലീസിന്റെ ലാത്തി. എങ്ങനെയെങ്കിലും എന്റെ കൂട്ടുകാരനെ രക്ഷിച്ചേ പറ്റൂ. എന്റെ ഭാര്യയാണെന്ന് പറഞ്ഞാൽ ലോ പോയിന്റ് പ്രകാരം എനിക്ക് അടികൊള്ളൂല്ലേ? ഇവിടത്തെ ഒരു പോലീസുകാരൻ എന്റെ ഭാര്യയെ കണ്ടിട്ടുള്ളതാണ്. അപ്പൊ ഇനി എന്ത് ചെയ്യും? അയാൾ കല്യാണം കഴിച്ച് 2 കുട്ടികളുള്ളതാ. ആളുകൾ അറിഞ്ഞാൽ. ശരി, ഒരു 30 മണീസ് എടുക്കൂ. വഴി ഉണ്ടാക്കാം. കാശ് എത്ര വേണമെങ്കിലും തരാം ഞാൻ. എപ്പോഴാണ് സംഭവം നടന്നത്? ഉച്ചയ്ക്ക് 1 മണിക്ക്. അപ്പൊ ന്യൂൺ ഷോ ആണല്ലേ? ദൈവം സെക്കൻഡ് ഷോയ്ക്ക് അനുവദിച്ചിട്ടുള്ള പരിപാടി നിങ്ങൾ ന്യൂൺ ഷോ ആയിട്ട് അങ്ങനെ അവതരിപ്പിച്ചു. കൊള്ള. അപ്പൊ അകത്ത് നിൽക്കുന്ന ആ സ്ത്രീ തന്റെ കൂട്ടുകാരന്റെ ഭാര്യയാണെന്ന് ഞാൻ പറയണമല്ലേ? വാ 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 വാ. പേടിക്കണ്ട, വാ. അല്ല, ഇതാര്? രാജപ്പൻ സാറോ? സാറേ, ആ സ്ത്രീ സാറിന്റെ ഭാര്യ തന്നെയാണ് സാർ. സ്വന്തം ഒറിജിനൽ ഭാര്യ. ഇതെന്ത് പറ്റി സാറേ? വല്ല അലവലാദികളും പറ്റിച്ച പണിയായിരിക്കും അല്ലേ? താനാരാ? മത്തായി, സാക്ഷി മത്തായി. തന്നെ ഇവിടെ ആരെങ്കിലും വിളിപ്പിച്ചോ? ഞാൻ വീട്ടിൽ ചെന്നപ്പോഴാണ് രാജപ്പൻ സാറിനെയും ഭാര്യയും വ്യഭിചാര കുറ്റത്തിന് അറസ്റ്റ് ചെയ്യുന്നത് കേട്ടത്. 444. ആ സ്ത്രീയെ വിളിക്കൂ. സാർ, ഇതെന്റെ ഭാര്യയാണ് സാർ. സ്വന്തം ഭാര്യ. നിന്റെ ഭാര്യയോ? ആദ്യം നീ പറഞ്ഞു ഈ മനുഷ്യന്റെ ഭാര്യയാണെന്ന്. നിനക്ക് എത്ര ഭാര്യമാരുണ്ടടാ? കോൺസ്റ്റബിൾ, ഇവനകത്തേക്ക് കൊണ്ടുവരൂ. എത്രയോ കള്ളസാക്ഷി പറഞ്ഞവനാണ് ഞാൻ. ഇപ്പോ നീ വാ, അതൊക്കെ നമുക്ക് ശരിയാകാം. ശരിയായ സാക്ഷി പറഞ്ഞാലും തല്ലുള്ളൂ. ബാക്കി അകത്തേന്ന് സംസാരിക്കാം. വാ. ഞാൻ പോയിട്ട് വരണേ, നിന്നെ ഞാൻ കാണിച്ചു തരാം. കരയാതെ. നീ ചീത്തയായിട്ടില്ലല്ലോ. അത് മതി, അത് മതി. എന്നെ അങ്ങനെ സംശയിക്കുന്നു? ഇല്ല, ഒരിക്കലുമില്ല. കേട്ടാലെന്താ? നമ്മളെ രണ്ടുപേരെയും വിഴുങ്ങിക്കളയോ? എന്നാലും. ഓ പിന്നെ, ഇയാടെ ഒരു എന്നാലും. സത്യം പറഞ്ഞ ഇത്തരം വർത്താനം കേൾക്കുന്ന എനിക്ക് ഇഷ്ടമല്ലേ? പോ ബാലേട്ടാ.
എനിക്ക് ബാലേട്ടനോട് ഒരു കാര്യം പറയാനുണ്ട്. ബാലേട്ടാ, ഈ വീട്ടിൽ കൊണ്ടുവന്ന് താമസിപ്പിച്ചിരിക്കുന്ന ആ അമ്മണി ആരാണ്? ഏതാ ആ സ്ത്രീ? ആരായാലും അത് വേണ്ടായിരുന്നു എന്ന് എനിക്കും നിനക്ക് മാത്രം തോന്നിയാ പോരല്ലോ. എന്റെ അച്ഛന് കോടതിയിൽ വെച്ച് മാത്രം എന്നെ എതിർത്താൽ പോരാ. ആ സാവിത്രിയുടെ അച്ഛൻ വന്നിട്ട് പിണങ്ങിയാണ് പോയത്. സാവിത്രിയോട് പോകാൻ അനുവാദം ചോദിച്ചു. സമ്മതിച്ചില്ല. ഞാൻ കാരണം ഇവിടെ ആർക്കും സ്വസ്ഥതയില്ലാതായി. ഞാൻ പൊയ്ക്കോട്ടെ, എനിക്ക് അനുവാദം തരൂ. ഇല്ല, അമ്മിണി പോകാൻ പാടില്ല. പോകാതെ പിന്നെ? നിന്റെ ജീവിതത്തിലെ ഏക ആശ്രയമായിരുന്നു ഉണ്ണി. ഉണ്ണി കൊലപാതകയല്ലെന്ന് നീ പറഞ്ഞു. അത് ശരിയാണെങ്കിൽ ഉണ്ണി രക്ഷപ്പെടും. അതുവരെ, ഈ കേസിന്റെ വിധി പറയുന്നത് വരെ നീ ഇവിടെ ഉണ്ടാകും. ഞാൻ ഇനിയും ഇവിടെ താമസിച്ചാൽ? ഞാൻ പറഞ്ഞു കഴിഞ്ഞു, നിന്നെ പോകാൻ ഞാൻ അനുവദിക്കില്ല. അങ്ങയുടെ ജീവിതത്തിന്റെ സ്വസ്ഥത മുഴുവൻ ഞാൻ നശിപ്പിച്ചു. ജീവിതത്തെക്കുറിച്ചല്ല, കേസിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. പോകാൻ അനുവദിക്കില്ലെന്ന് ഞാൻ പറഞ്ഞതല്ലേ? പിന്നെ എന്തിനാണ് അദ്ദേഹത്തോട് ചോദിച്ചത്? അദ്ദേഹത്തെ വിഷമിപ്പിക്കാനോ? അമ്മണിയെ പണ്ട് സ്നേഹിച്ചിരുന്ന കാര്യവും നിങ്ങൾ പിരിഞ്ഞുപോയ കാര്യവും അദ്ദേഹം എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം അറിഞ്ഞിരുന്നിട്ടും സാവിത്രി എന്നോട് ഇങ്ങനെ പെരുമാറുന്നല്ലോ. ഇത് ഞാൻ നേരത്തെ അറിഞ്ഞിരുന്നുവെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഞാൻ ഒരിക്കലും കടന്നു വരില്ലായിരുന്നു. പക്ഷേ ഞാൻ കടന്നു വരും മുമ്പേ വിധി നിങ്ങളെ പിരിച്ചു കഴിഞ്ഞിരുന്നല്ലോ. വിധി, അമ്മണിയോട് വിധി വളരെ ക്രൂരമായി പെരുമാറി. അമ്മണി പിന്നീട് എവിടെയായിരുന്നു? ഭർത്താവിന് എവിടെയായിരുന്നു ജോലി? അദ്ദേഹം മരിച്ചിട്ട് എത്ര കാലമായി? ക്ഷമിക്കൂ അമ്മണി, ഓർമ്മിക്കാൻ ആഗ്രഹിക്കാത്ത പലതും ഞാൻ വെറുതെ ഓർമ്മിപ്പിച്ചു. അമ്മണിയുടെ മകൻ രക്ഷപ്പെടുന്നത് വരെ അമ്മണിക്ക് ഇവിടെ തന്നെ താമസിക്കാം. ഇത് അമ്മണിയുടെ സ്വന്തം വീടായിട്ട് കരുതിയാൽ മതി.